ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ കുറച്ച് കോൺവെർസേഷൻസ് ആണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക, എന്നാലേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. അതിലെല്ലാവരും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഈ വീഡിയോ കുറേ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നതും അതും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർ നമുക്ക് തരുന്ന റിപ്ലൈ അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഒരു ഡോക്ടറുടെ മുന്നിൽ നമ്മൾ പല രോഗലക്ഷണങ്ങളുമായിട്ടാണ് ചെല്ലുന്നത് അല്ലേ? ചിലർ പറയും, എനിക്ക് ശ്വസിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു. അതെങ്ങനെ പറയാൻ നോക്കാം. ഐ എം ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. എനിക്ക് ശ്വസിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു. ഐ എം ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. ഇപ്പോൾ ഡോക്ടർ ചോദിക്കും, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്കിത് തോന്നുന്നത്? ഹൗ ഓഫൺ ഡു യു ഹാവ് ദിസ് പ്രോബ്ലം? എന്താണ് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഇത് തോന്നുന്നത്? ഹൗ ഓഫൺ ഡു യു ഹാവ് ദിസ് പ്രോബ്ലം? ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ തോന്നി തുടങ്ങിയത്? സിൻസ് വെൻ ഡു യു ഹാവ് ദീസ് സിംറ്റംസ്? എന്താണ് എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ തോന്നി തുടങ്ങിയത്? സിൻസ് വെൻ ഡു യു ഹാവ് ദീസ് സിംറ്റംസ്? ഇപ്പോൾ നമ്മൾ പറയും, എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതെങ്ങനെ പറയാം? എവറി മോർണിംഗ് ഐ ഹാവ് ദിസ് പ്രോബ്ലം. എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. എവറി മോർണിംഗ് ഐ ഹാവ് ദിസ് പ്രോബ്ലം. നെക്സ്റ്റ്, നമ്മൾ ഒരു ഡോക്ടറുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഉപ്പുവെള്ളം വായിൽ കൊള്ളുക, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അതെങ്ങനെയായിരിക്കും പറയുക? ഗാർഗിൾ വിത്ത് സോൾട്ട് വാട്ടർ യു വിൽ ഗെറ്റ് റിലീഫ്. അതാണ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുക, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഗാർഗിൾ വിത്ത് സോൾട്ട് വാട്ടർ യു വിൽ ഗെറ്റ് റിലീഫ്. അതുപോലെ ചിലർ പറയും, എനിക്ക് മനം പുരട്ടൽ തോന്നുന്നു. ഐ ആം എക്സ്പീരിയൻസിങ് നോസിയ. അതാണ് എനിക്ക് മനം പുരട്ടൽ തോന്നുന്നു. ഐ ആം എക്സ്പീരിയൻസിങ് നോസിയ. ചിലർ പറയും, എനിക്ക് വിശപ്പില്ലായ്മയുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ അപ്പറ്റൈറ്റ്. എന്താണ് എനിക്ക് വിശപ്പില്ലായ്മയുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ അപ്പറ്റൈറ്റ്. അതുപോലെ ചിലർ കണ്ണിൻ്റെ പ്രോബ്ലം ആയിട്ടായിരിക്കും ചിലർ ചെല്ലുക അല്ലേ? അപ്പോൾ ചിലർക്ക് എനിക്ക് കണ്ണിൽ ചൊറിച്ചിലുണ്ട് എന്ന് പറയാറുണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് ഗോട്ട് ഇച്ചി ഐസ്. എന്താണ് എനിക്ക് കണ്ണിൽ ചൊറിച്ചിലുണ്ട്. ഐ ഹാവ് ഗോട്ട് ഇച്ചി ഐസ്. ചിലർ പറയും, എൻ്റെ കൺപോളയിൽ കുരുക്കളുണ്ട്. ഐ ഹാവ് ഗോട്ട് സം ബംസ് ഓൺ മൈ ഐലിഡ്. എൻ്റെ കൺപോളയിൽ കുരുക്കളുണ്ട്. ഐ ഹാവ് ഗോട്ട് സം ബംസ് ഓൺ മൈ ഐലിഡ്. ഇനി മറ്റു ചിലർ പറയും, ഞാൻ വീണിട്ട് എൻ്റെ കണങ്കാൽ ഉളുക്കി. അതെങ്ങനെ പറയാം? ഐ ഫെൽ ആൻഡ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. അതാണ് ഞാൻ വീണിട്ട് എൻ്റെ കണങ്കാൽ ഉളുക്കി. ഐ ഫെൽ ആൻഡ് സ്പ്രെയിൻഡ് മൈ ആങ്കിൾ. എൻ്റെ പാദത്തിൽ നീരുണ്ട്. അതെങ്ങനെ പറയും? ദർ ഈസ് സം സ്വെല്ലിംഗ് ഇൻ മൈ ഫുട്ട്. എൻ്റെ പാദത്തിൽ നീരുണ്ട്. ദർ ഈസ് സം സ്വെല്ലിംഗ് ഇൻ മൈ ഫുട്ട്. അവൾ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് അവളുടെ കാലൊടിഞ്ഞു. അതെങ്ങനെ പറയാം? ഷീ ഫെൽ ഡൗൺ ദ സ്റ്റെയർസ് ആൻഡ് ബ്രോക്ക് ഹെർ ലെഗ്സ്. അവൾ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് അവളുടെ കാലൊടിഞ്ഞു. ഷീ ഫെൽ ഡൗൺ ദ സ്റ്റെയർസ് ആൻഡ് ബ്രോക്ക് ഹെർ ലെഗ്സ്. നെക്സ്റ്റ്, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കാലിന് മരവിപ്പ് ഉണ്ടായിരുന്നു. മൈ ലെഗ് ഹാഡ് ഗോൺ നംബ് വെൻ ഐ ഗോട്ട് അപ്പ് ഇൻ ദ മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കാലിന് മരവിപ്പുണ്ടായിരുന്നു. മൈ ലെഗ് ഹാഡ് ഗോൺ നംബ് വെൻ ഐ ഗോട്ട് അപ്പ് ഇൻ ദ മോർണിംഗ്. നെക്സ്റ്റ്, നമ്മുടെ ഈ രോഗലക്ഷണങ്ങളെല്ലാം കേട്ടിട്ട് ഡോക്ടർ നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് മരുന്നുകൾ കുറിച്ച് തരാം എന്നായിരിക്കും അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഐ വിൽ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻസ്. എന്താണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മരുന്നുകൾ കുറിച്ച് തരാം. ഐ വിൽ പ്രിസ്ക്രൈബ് യു സം മെഡിസിൻസ്. ചിലപ്പോൾ ഡോക്ടർ ചോദിക്കും, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി അതർ സിംറ്റംസ്? എന്താണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി അതർ സിംറ്റംസ്? എന്നിട്ട് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്, ഈ മരുന്നുകൾ കഴിച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ കുറവില്ലെങ്കിൽ വീണ്ടും എന്നെ വന്ന് കാണണം. അതെങ്ങനെ പറയാം? ഇഫ് യു ഡോണ്ട് ഗെറ്റ് ബെറ്റർ വിതിൻ 3 days പ്ലീസ് ഡു കം ആൻഡ് സീ മീ അഗെയിൻ. ഇതാണ് ഈ മരുന്നുകൾ കഴിച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ കുറവില്ലെങ്കിൽ വീണ്ടും എന്നെ വന്ന് കാണണം. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ബെറ്റർ വിതിൻ 3 days പ്ലീസ് ഡു കം ആൻഡ് സീ മീ അഗെയിൻ. ഇനി നെക്സ്റ്റ്, നേഴ്സും നമ്മളായിട്ടുള്ള കോൺവെർസേഷൻസ്. ഞാൻ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുകയാണ്. ഐ ആം ഗോയിങ് ടു ഗിവ് യു ആൻ ഇഞ്ചക്ഷൻ. എന്താണ് ഞാൻ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഗിവ് യു ആൻ ഇഞ്ചക്ഷൻ. ഇപ്പോൾ നഴ്സ് തന്നെ നമ്മളോട് പറയാം,
ചാൻസ് ഉള്ള ഒരു സെൻറ്റൻസാണ്. ഷർട്ടിൻ്റെ കൈ അല്പം ഉയർത്താമോ? കുഡ് യു പ്ലീസ് റോൾ അപ്പ് യുവർ സ്ലീവ്സ്? എന്താണ്? ഷർട്ടിൻ്റെ കൈ അല്പം ഉയർത്താമോ? കുഡ് യു പ്ലീസ് റോൾ അപ്പ് യുവർ സ്ലീവ്സ്? ചിലപ്പോൾ ചോദിക്കാം, കൈ ഒന്ന് മുന്നോട്ട് വയ്ക്കാമോ? ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഔട്ട് യുവർ ആംസ്? എന്താണ്? കൈ ഒന്ന് മുന്നോട്ട് വയ്ക്കാമോ? ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഔട്ട് യുവർ ആംസ്? അപ്പോൾ നമ്മൾ റിപ്ലൈ ആയിട്ട് പറയാം, ഓ തീർച്ചയായും, ഓ സർട്ടൻലി, അല്ലേ? തീർച്ചയായും, സർട്ടൻലി. നെക്സ്റ്റ്, ഫാർമസിയിൽ നിന്ന് മെഡിസിൻ എടുക്കുമ്പോഴുള്ള കോൺവെർസേഷൻസ് നോക്കാം. നമ്മൾ പറയുന്നു, ഇതാണ് ഡോക്ടറുടെ കുറിപ്പടി, ഈ മരുന്ന് ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ? ഐ ഹാവ് ദിസ് പ്രിസ്ക്രിപ്ഷൻ, ഡു യു ഹാവ് ഇറ്റ് ഇൻ സ്റ്റോക്ക്? ഇതാണ് ഡോക്ടറുടെ കുറിപ്പടി, ഈ മരുന്ന് ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ? ഐ ഹാവ് ദിസ് പ്രിസ്ക്രിപ്ഷൻ, ഡു യു ഹാവ് ഇറ്റ് ഇൻ സ്റ്റോക്ക്? അപ്പോൾ അവർ പറയും, നോക്കട്ടെ, ഉണ്ട്, ഈ മരുന്നുകളുണ്ട്. ലെറ്റ് മീ സീ, യെസ് വി ഹാവ് ഇറ്റ്. ഇതാണ് നോക്കട്ടെ, ഉണ്ട്, ഈ മരുന്നുകളുണ്ട്. ലെറ്റ് മീ സീ, യെസ് വി ഹാവ് ഇറ്റ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എത്ര ഇടവിട്ടാണ് ഞാൻ ഈ മരുന്ന് കഴിക്കേണ്ടത്? ഹൗ ഓഫൺ ഷുഡ് ഐ ടേക്ക് ഇറ്റ്? എത്ര ഇടവിട്ടാണ് ഞാൻ ഈ മരുന്ന് കഴിക്കേണ്ടത്? ഹൗ ഓഫൺ ഷുഡ് ഐ ടേക്ക് ഇറ്റ്? അതുപോലെ തന്നെ ചിലർ ചോദിക്കും, ആഹാരം കഴിച്ചതിന് ശേഷമാണോ അതോ ആഹാരത്തിന് മുൻപാണോ ഇത് കഴിക്കേണ്ടത്? അതങ്ങനെ ചോദിക്കാം. ഷുഡ് ഐ ടേക്ക് ദിസ് ആഫ്റ്റർ ഫുഡ് ഓർ ബിഫോർ ഫുഡ്? ഇതാണ് ആഹാരം കഴിച്ചതിന് ശേഷമാണോ അതോ ആഹാരത്തിന് മുൻപാണോ ഇത് കഴിക്കേണ്ടത്? ഷുഡ് ഐ ടേക്ക് ദിസ് ആഫ്റ്റർ ഫുഡ് ഓർ ബിഫോർ ഫുഡ്? അതുപോലെ തന്നെ ഞാനിത് എത്ര ദിവസം കഴിക്കണം എന്ന് ചോദിക്കാം, അല്ലേ? അതങ്ങനെ ഒന്ന് നോക്കാം. ഹൗ മെനി ഡേയ്സ് ഷുഡ് ഐ ടേക്ക് ഇറ്റ്? ഞാനിത് എത്ര ദിവസം കഴിക്കണം? ഹൗ മെനി ഡേയ്സ് ഷുഡ് ഐ ടേക്ക് ഇറ്റ്? ചിലപ്പോൾ ചിലർ പറയും, ഈ മരുന്ന് ഞാൻ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളോടൊപ്പം കഴിക്കാമോ? അതെങ്ങനെ ചോദിക്കാം? ക്യാൻ ഐ ടേക്ക് ദിസ് മെഡിസിൻ വിത്ത് അതർ മെഡിസിൻ ഐ ഓൾറെഡി ടേക്ക്? ആണ്, ഈ മരുന്ന് ഞാൻ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളോടൊപ്പം കഴിക്കാമോ? ക്യാൻ ഐ ടേക്ക് ദിസ് മെഡിസിൻ വിത്ത് അതർ മെഡിസിൻ ഐ ഓൾറെഡി ടേക്ക്? നെക്സ്റ്റ്, ഈ മരുന്നിന് എത്രയാണ് വില? എനിക്ക് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാൻ കഴിയുമോ? ഹൗ മച്ച് ദിസ് മെഡിസിൻ കോസ്റ്റ്? ക്യാൻ ഐ പേ വിത്ത് മൈ കാർഡ്? ഈ മരുന്നിന് എത്രയാണ് വില? എനിക്ക് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാൻ കഴിയുമോ? ഹൗ മച്ച് ദിസ് മെഡിസിൻ കോസ്റ്റ്? ക്യാൻ ഐ പേ വിത്ത് മൈ കാർഡ്? അപ്പോൾ അവർ പറയുന്നു, തീർച്ചയായും മരുന്നിൻ്റെ വില 520 രൂപയാണ്. ഷുവർ ദാറ്റ് വിൽ ബി ₹520. തീർച്ചയായും മരുന്നിൻ്റെ വില 520 രൂപയാണ്. ഷുവർ ദാറ്റ് വിൽ ബി ₹520. അപ്പോൾ അവരിങ്ങോട്ട് ചിലപ്പോൾ ചോദിക്കാം, ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യണോ? അതെങ്ങനെ ചോദിക്കാം? ഈസ് ദെയർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത്? എന്താണ്? ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യണോ? ഈസ് ദെയർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത്? ലാസ്റ്റ് അവർ പറയും, ഇതാ നിങ്ങളുടെ റെസിപ്റ്റ്, ഹിയർ ഈസ് യുവർ റെസിപ്റ്റ്. ഇതാ നിങ്ങളുടെ റെസിപ്റ്റ്, ഹിയർ ഈസ് യുവർ റെസിപ്റ്റ്. ഈ വീഡിയോയിലുള്ളത് ഹോസ്പിറ്റലിലെ കോൺവെർസേഷൻസിൽ ചെറിയൊരു പോർഷനേ ആയിട്ടുള്ളൂ. എങ്കിലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.